ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ മുംബൈയിൽ നിന്നും അങ്ങനെ നാട്ടിലെത്തി. വന്നപ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അന്നുവിന് പനിയായിരുന്നു. ട്രെയിനിലായപ്പോഴത്തേക്കും അന്നുവിന് പനി പിടിച്ചു. അങ്ങനെ അന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എനിക്കപ്പോൾ നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അന്നൂസിൻ്റെ പനിയൊക്കെ മാറി അവളൊന്ന് ഉഷാറായപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ചുറ്റിനും വെള്ളവും നിറയെ പച്ചപ്പുമുള്ള അടിപൊളി ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മൺട്രോത്തുരുത്തിൻ്റേതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എവിടെ പോയാലും നമ്മളുടെ മെയിൻ സാധനം ഫുഡടിയാണല്ലോ. അപ്പം ഞങ്ങൾ നേരെ ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ്. ഇത് അനുഷേൻ്റെ അമ്മയാണ്. ചോറാണ് ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തത്. സ്പെഷ്യലായിട്ട് കക്കയിറച്ചി, കരിമീൻ പൊള്ളിച്ചത്, കല്ലുമ്മക്കായ, ചൂരക്കറി, മത്തി തേങ്ങായും മാങ്ങയൊക്കെ അരച്ചൊരു കറി. അങ്ങനെ ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചൂരക്കറിയും കരിമീൻ പൊള്ളിച്ചതുമാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ അതെല്ലാം കഴിച്ച് അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ വന്ദേ ഭാരത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വന്ദേ ഭാരതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അടുത്ത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്ത് ചെന്നത് വലിയ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണിത്. ഏതാണ്ട് 150 വർഷം മേലിൽ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടും, അതിൻ്റെ ഉൾവശമാണിത് കേട്ടോ, അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടും കായൽ തന്നെയാണ്. നല്ല അടിപൊളി സീനാണ്. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ കുറേ നേരം അവിടെ എല്ലാം പിള്ളേരും എല്ലാവരും കൂടെ കളിച്ചു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്തോരം ഉണ്ടല്ലേ, നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ആഴമുണ്ട് നന്നായിട്ട്. ആണോ? അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മളൊരു ബോട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ കായലിനകത്തൂടുള്ളൊരു യാത്രയാണ്. ഒരു 2 മണിക്കൂർ യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ 2 മണിക്കൂർ യാത്ര നമുക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അന്നും കാത്തും ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അവരും നന്നായിട്ട് ഈ യാത്ര എൻജോയ് ചെയ്തു. ഇത് പലതരത്തിലുള്ള കണ്ടൽ കാടുകളാണ്. വിവിധ ഇനം കണ്ടൽ കാടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാട്ടിൽ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാനും ഒക്കെ പറ്റും. ഇറങ്ങാൻ മീൻസ് കായലിനകത്തോട്ട് വെള്ളത്തിലോട്ട് കാലിടാൻ പറ്റത്തില്ലെങ്കിലും അതിനകത്തൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുമുള്ള ഒരു ഇതാണ് ബോട്ടിങ്ങുകാർ ചെയ്തു തന്നതാണ്.
ചുമ്മാ ഇതിനകത്ത് പിന്നെ അതായത് കാല് പോയാൽ പിന്നെ ഒന്നിനും ഇതാക്കാൻ പറ്റില്ല അല്ലേ? നോക്ക്, കാല് അതിനകത്തൊക്കെ പോയാൽ എടുക്കാൻ പറ്റുമോ? താഴോട്ടൊക്കെ പോയാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. മൊബൈലൊക്കെ അതിനകത്തൊക്കെ പോയിട്ടുണ്ട്. ആണോ? എൻ്റെ കൂടെ ഒരു വട്ടം വന്ന ഒരാളുടെ കൂടെ ഒരു വലിയത്തിൽ എടുത്തു എടുക്കാൻ പാടാ. പോയാ പോയി. അതിനകത്ത് പൊരുത്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ചൂണ്ടല്ലേ അവിടെ വെള്ളത്തിൽ പോയി ഇറങ്ങിക്കും. ചൂണ്ട 2 വാങ്ങിക്കണ്ടേ പെണ്ണിന്റെ പൊരുത്തങ്ങിടാൻ വെള്ളത്തിൽ വണ്ടി ഓടിച്ചു. കായലിൻ്റെ ഒത്ത നടുക്ക് മുട്ടറ്റം വെള്ളത്തിൽ നമുക്കും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പം എല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അവിടേക്ക് ഇറങ്ങി കുറേ എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കയറി ഇരുന്നേ. ആ അല്ല അത് കുഴപ്പമില്ല. ചേച്ചിയാണ് തിന്നോ? വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ എൻജോയ് ചെയ്ത് ഞങ്ങൾ പിന്നെയും ബോട്ടിലേക്ക് കയറി. ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പം 2 ചേട്ടന്മാർ വള്ളത്തിനകത്തൂടെ വല ഇങ്ങനെ താഴേക്ക് ഇടുന്നു. അങ്ങനെ ബോട്ടിലെ ചേട്ടന്മാരാണ് പറഞ്ഞത് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയിട്ട് കൊടുക്കുകയാണ്. നിറയെ കരിമീനൊക്കെയുള്ളൊരു കായലാണിത്. ഇവർ കൃഷിയും ചെയ്യുന്നുണ്ട്. കരിമീനും കൊഞ്ചും ഒക്കെ സൈഡിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ട്രെയിൻ വന്നാൽ സൂപ്പർ ആയിരിക്കും എന്ന് പറയേ. എന്താ ഒരു ട്രെയിൻ ഇതാ പോകുന്നു. പക്ഷെ വലിയ നീളമൊന്നും ഇല്ലായിരുന്നു, കുഞ്ഞൊരു ട്രെയിനായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി ദൂരെ ആയിപ്പോയി എടുത്തപ്പം. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പം 2 പേരും നന്നായിട്ട് വെള്ളത്തിൽ കൂടെ നീന്തി വരുന്നു. 2 നായ്ക്കുട്ടികളായിരുന്നു.
അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് നീന്തുന്നുണ്ട്. കുഞ്ഞിലെ മുതലേ കായലൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കും അവർക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. നമുക്ക് കണ്ടിട്ട് എന്തോ ഒരു അത്ഭുതം പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ബോട്ടിംഗ് യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.